നമസ്കാരം. ഞാൻ ബിജീഷ് പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി കഴിഞ്ഞ ആഴ്ചയിൽ സംഭവിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിലായാലും ഏതാണ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഫിൻ നിഫ്റ്റിയും ഒക്കെ മാനേജ് ചെയ്യാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ കറണ്ട് ട്രെൻഡ് എന്നതാണ്. കറണ്ട് ട്രെൻഡ് ഈ ഒരു സിറ്റുവേഷൻ നമുക്കത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ സൂചിപ്പിച്ചിരുന്നത് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുക, നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി ആയാലും ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനായിട്ട് സൂചിപ്പിച്ചിരുന്നത്. എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് കിട്ടും. നിഫ്റ്റി ആയാലും ഈ ഒരു റേഞ്ചിന്റെ അടുത്ത് ഒരുപാട് ദിവസങ്ങളായി ഈ ഒരു റേഞ്ചിന്റെ അടുത്ത് സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിഫ്റ്റിയുടെ ഒരു ക്ലോസിങ് 22,513 റെസിസ്റ്റൻസിന്റെ ഒരു താഴെയാണ് നിഫ്റ്റിയുടെ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ നൽകിയിരിക്കുന്ന 22,520 റെസിസ്റ്റൻസിന്റെ ഒരു താഴെയാണ് സ്റ്റിൽ ക്ലോസിംഗ് വരുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റിൽ നിഫ്റ്റിനെ ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുന്ന തന്നെയാണ് നിഫ്റ്റിയിലും ബെറ്റർ കാണുന്നത്. കഴിഞ്ഞ ദിവസം ഒരു മാർക്കറ്റിൽ സംഭവിച്ചു നോക്കാം. വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, കഴിഞ്ഞ ആഴ്ചകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരിക്കുന്ന റെസിസ്റ്റൻസ് അല്ല, ചെറിയൊരു ചേഞ്ചസ് ഉണ്ട്. അപ്പൊ കൃത്യമായിട്ട് നമുക്ക് പറയുന്ന ഒരു പ്ലാൻ അനുസരിച്ച് മാനേജ് ചെയ്താലാണ് നമുക്ക് നിഫ്റ്റിയെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങോ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയാലും ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ സപ്പോർട്ടായിട്ട് നിലനിൽക്കാൻ സാധ്യത 22,530 530 താഴത്തേക്ക് ഒരു ക്യാനിൽ ക്ലോസ് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കുക, അതിന്റെ താഴത്തേക്ക് ഒരു ക്യാനിൽ ക്ലോസ് ചെയ്താൽ മാത്രം ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി മാക്സിമം സ്റ്റോപ്പ് ലൂസ് 22,540 സ്റ്റോപ്പ് ലൂസ് പ്ലേസ് ചെയ്തുകൊണ്ട് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അല്ലെങ്കിൽ നിഫ്റ്റി ഒരു റേഞ്ചിലാണ് ഓപ്പൺ ചെയ്യുന്നത്, ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്, ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലാണെങ്കിൽ ബൈർ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാം. ഹയർ ലെവല് റെസിസ്റ്റൻസ് 22,600 620 അടുത്താണ്. 22,600 22,620 ഈ ഒരു ലെവലാണ് നിഫ്റ്റിയുടെ ഹയർ ലെവൽ റെസിസ്റ്റൻസ് കാണുന്നത്. അതുപോലെ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് എക്സാക്റ്റ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കുക. ഇൻ കേസ് ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി വന്നാലും ഇതാണ് മെയിൻ ആയിട്ടുള്ള സപ്പോർട്ട്, ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നതനുസരിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും റെസിസ്റ്റൻസിന്റെ ഒരു താഴെ ആയതുകൊണ്ട് തന്നെ ഷോർട്ട് സെല്ലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. പക്ഷെ ലോവർ ലെവൽ സപ്പോർട്ടിൽ എത്തുന്ന ഒരു സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് 22,530 ഒരു താഴെയാണെങ്കിൽ ഒരു ലെവലാണെങ്കിൽ ഷോർട്ട് സെല്ലിന് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകാവുന്നതാണ്. ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകണമെങ്കിൽ 530 അല്ല 540 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. 530 മുകളിൽ സസ്റ്റെയിൻ ചെയ്താലും ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. കുറച്ചുകൂടി സ്ട്രെങ്ത് 540 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ്, അതായത് ഇൻ കേസ് ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്തതിന് ശേഷമാണ് പറയുന്നത്. അതുപോലെ തന്നെ നിഫ്റ്റി ഈ ഒരു സപ്പോർട്ട്, അടുത്തൊരു സപ്പോർട്ട് കാണുന്നത് 22,500 താഴെയാണ് ഞാനിവിടെ സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. 22,495 സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. ഈ സപ്പോർട്ടാണ് വർക്കൗട്ട് ചെയ്യാൻ സാധ്യമായിട്ടുള്ള സപ്പോർട്ട് വരുന്നത്. അതുപോലെ തന്നെ അതിനുശേഷം സപ്പോർട്ട് കാണുന്നത് ഈ ഒരു ലെവലാണ് സപ്പോർട്ട് കാണുന്നത്. 22,475 സപ്പോർട്ട് കാണുന്നത്. അപ്പൊ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും ഇതൊരു സപ്പോർട്ട് ലെവലാണ്. 22,500 തൊട്ട് താഴെ സപ്പോർട്ട് ഉണ്ട്. ഇൻ കേസ് സപ്പോർട്ടിലാണെങ്കിൽ ഷോർട്ട് സെല്ലിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകരുത്, ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. ബൈർ ഓപ്പർച്യൂണിറ്റി വന്നാൽ യൂട്ടിലൈസ് ചെയ്യുക. റെസിസ്റ്റൻസ് ആകുന്ന ഒരു സമയത്ത് ക്വിക്ക് ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താൻ ശ്രദ്ധിക്കുക. ഇൻ കേസ് ഇതിൻ്റെ ഒരു താഴെയാണെങ്കിൽ ചെറിയ ടൈമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷേ 22,475 താഴത്തേക്കും കൂടി ബ്രേക്ക് ചെയ്താലാണ് കൂടുതൽ വീക്ക്നെസ് ആവുന്നത്. അല്ലെങ്കിൽ 22,495 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്, ഈ ഒരു സപ്പോർട്ടിന്റെ ഒരു താഴെയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 22,475 താഴെ സപ്പോർട്ട് വരുന്നത് 22,430 സപ്പോർട്ട് വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലോവർ ലെവലൊക്കെ സപ്പോർട്ടുകൾ ഉണ്ട്. അപ്പൊ പറയുന്ന ഒരു സപ്പോർട്ട് തൊട്ടടുത്തൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ക്വിക്കായിട്ടുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്ന രീതിയിൽ എപ്പോഴും ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. റൈറ്റ് രീതിയിൽ
മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻ കേസ് ഇതിന്റെ ഒരു താഴത്തേക്ക് പോയാലും 22,430 താഴത്തേക്ക് പോയാലും 430 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ബൈയിലേക്ക് നിലനിൽക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഷോർട്ട്സിന്റെ പൊസിഷൻ എക്സിറ്റ് ചെയ്യുന്ന രീതിയിൽ എപ്പോഴും പ്ലാൻ ചെയ്യുക. ഇപ്പൊ നിഫ്റ്റിയിലായാലും ഇപ്പോൾ വരും ദിവസങ്ങളായാലും ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് കൃത്യമായിട്ട് മാനേജ് ചെയ്യുക. എക്സാക്ട് ആയിട്ടുള്ള ഒരു ട്രെൻഡിൽ നമുക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കും. ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ട് നോക്കുക. എക്സാക്ട് ആയിട്ട് ആ ഒരു സപ്പോർട്ടിന്റെ ഒരു മുകളിലായിരുന്നു. മാത്രമല്ല റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലേക്ക് ബ്രേക്ക് ചെയ്തപ്പോൾ എക്സാക്ട് ആയിട്ടുള്ള ഒരു ബൈസിന്റെ ലെവലാണ്. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ഹയർ ലെവലിൽ വേറെ റെസിസ്റ്റൻസ് നൽകിയിരുന്നില്ല. കാരണം ഹയർ ലെവലിൽ വേറെ റെസിസ്റ്റൻസ് അവിടെ വർക്ക് ചെയ്യില്ല. നമ്മൾ പറയാറുണ്ട് ചില മാർക്കറ്റ് സിറ്റുവേഷനിൽ നമ്മൾ ഹയർ ലെവലിൽ റെസിസ്റ്റൻസ് നൽകാത്ത അല്ലെങ്കിൽ ചില സിറ്റുവേഷനിൽ ലോവർ ലെവലിൽ സപ്പോർട്ട് നൽകാത്തത് ആ ഒരു സപ്പോർട്ടുകൾ പിന്നെ അവിടെ വർക്ക് ചെയ്യില്ല. കാരണം മാർക്കറ്റിന്റെ ഒരു ഷോർട്ട് കവറിങ്ങോ വലിയൊരു മൊമെന്റോ വരാനായിട്ടുള്ള സാധ്യതയുള്ള ഒരു ഏരിയയിലാണ് ഇങ്ങനത്തെ സപ്പോർട്ട് റെസിസ്റ്റൻസ് നൽകാത്തത്. ഇതാണ് ലോവർ ലെവലിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യുക. 47,990 ലോവർ ലെവലിലെ ഇമ്പോർട്ടൻ്റ് സപ്പോർട്ടാണ്. അതിനുശേഷം ഇത് നമ്മൾ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ടാണ്. നിങ്ങൾ മുൻപത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാം 47,705. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് സപ്പോർട്ടാണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഈ ഒരു രണ്ട് സപ്പോർട്ടുകളും നിലനിൽക്കുന്നതനുസരിച്ചായിരിക്കും ബാങ്ക് നിഫ്റ്റിയുടെ ലോവർ ലെവലിലെ സപ്പോർട്ടാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ടാണ് വരുന്നത്. ഒരു ട്രെൻഡിന്റെ ഒക്കെ റിവേഴ്സലൊക്കെ ഇതിനൊരു താഴെ മാത്രമായിരിക്കും വരുന്നത്. അടുത്തൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ഹയർ ലെവൽ റെസിസ്റ്റൻസ് ഉണ്ട്, 48,600 റെസിസ്റ്റൻസ് ആണ്. ഇൻ കേസ് ബാങ്ക് നിഫ്റ്റി വലിയൊരു ഗ്യാപ്പ് ഓപ്പൺ ചെയ്താലും 48,600 താഴത്തേക്ക് നിന്നാൽ പ്രോഫിറ്റ് ബുക്കിന് സാധ്യതയുണ്ട്. അടുത്തൊരു സപ്പോർട്ട് കാണുന്നത് ഈ ലെവലാണ്. സപ്പോർട്ട് കാണുന്നത് 48,350 ഞാൻ സപ്പോർട്ടായിട്ട് എടുത്തിരിക്കുന്നത്. ഇതാണ് മാർക്കറ്റിൽ വർക്ക് ചെയ്യാൻ സാധ്യമായിട്ടുള്ള ഒരു സപ്പോർട്ട്. അതായത് 48,400 തൊട്ട് താഴെയാണ് ഈ ഒരു സപ്പോർട്ട് വരുന്നത്. ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്താലും ഷോർട്ട്സ് തന്നെ അല്ല കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്, ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. പക്ഷെ 48,350 താഴെയാണെങ്കിലാണ് വീക്ക്നെസ് വരുന്നത്. ലോവർ ലെവൽ അടുത്തൊരു സപ്പോർട്ട് 48,000 താഴെയാണ്, 47,990 സപ്പോർട്ട് വരുന്നത്. ലോവർ ലെവൽ ഇത് ഇമ്പോർട്ടന്റ് സപ്പോർട്ടാണ്, ഇതും ഇമ്പോർട്ടന്റ് സപ്പോർട്ടാണ്. അപ്പൊ ഈ ഒരു സപ്പോർട്ടൊക്കെ ഹോൾഡ് ചെയ്ത് അടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് മൂവ് ചെയ്ത നല്ല സ്ട്രോങ് ആയിട്ടൊരു ബൈ ആണ്. പക്ഷെ ഇതിന്റെ താഴെ നിലയിൽ നിന്ന് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഒരു വീക്ക്നെസ് ആയിരിക്കും. ഇപ്പൊ വരും ദിവസങ്ങളായാലും ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഒരു രണ്ട് സപ്പോർട്ടാണ് ഹയർ ലെവലിലെ മൊമെന്റം. ഇപ്പൊ മുകളിലേക്കുള്ള ഒരു മൊമെന്റം ഇനി സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ഈ ഒരു രണ്ട് സപ്പോർട്ടാണ് നിലനിർത്തേണ്ട ഒരു സപ്പോർട്ട് വരുന്നത്. ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റി ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന സപ്പോർട്ടുകൾ എക്സാക്റ്റ് ആയിട്ട് ആ ഒരു സപ്പോർട്ടുകളാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. 21,350 മുകളിലായിരുന്നു പറഞ്ഞിരുന്നു. ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും ഇതൊരു സപ്പോർട്ടിലാണ്. അപ്പോൾ പ്രത്യേകം കഴിഞ്ഞ ദിവസത്തെ വീഡിയോസ് ഒക്കെ ശ്രദ്ധിക്കുക, നമ്മൾ പറയുന്ന ട്രേഡിംഗ് പ്ലാനുകളൊക്കെ ശ്രദ്ധിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ബൈ സെന്റിമെന്റിലാണ്. ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് അവിടെ സാധ്യതയില്ല. 22,450 ബ്രേക്ക് ചെയ്തപ്പോൾ പിന്നെ അത് ബൈയിലായിരുന്നു. ഫിൻ നിഫ്റ്റി ഒരു ബൈ സെന്റിമെന്റിലായിരുന്നു. അവസാനത്തെ ഒരു സെക്ഷൻ വരെ സ്ട്രോങ് ആയിട്ട് ഒരു ബൈ മൊമെന്റ് ആയിരുന്നു. അപ്പോൾ ഫിൻ നിഫ്റ്റിയിലായാലും നമുക്ക് വരും ദിവസങ്ങളിൽ മാനേജ് ചെയ്യുമ്പോൾ ഏതാണ് നല്ല സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലിൽ നമുക്ക് നോക്കാം. ഫിൻ നിഫ്റ്റിയിലായാലും ഈ ഒരു മൊമെന്റം വളരെ സ്ട്രോങ് ആയിട്ടൊരു അപ്പ് മൊമെന്റ് ആണ് കഴിഞ്ഞ ദിവസത്തിൽ വന്നിരുന്നത്. ബാങ്ക് നിഫ്റ്റി അങ്ങനെ തന്നെയാണ്. ഈ ഒരു മൊമെന്റം മുകളിലേക്കുള്ള ഒരു സാധ്യതയുള്ളൊരു മൊമെന്റ് ആണോ ബ്രേക്ക് ഔട്ട് ആണോ എന്നതൊക്കെ അടിസ്ഥാനമാക്കുന്നത് വരും ദിവസങ്ങളിൽ പറയാൻ പോകുന്ന സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന് അടിസ്ഥാനമാക്കിയായിരിക്കണം. അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ പറയാൻ പോകുന്ന ഒരു സപ്പോർട്ട് നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ബൈ സെന്റിമെന്റിലായിരിക്കും ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുക. പക്ഷെ പൊസിഷനിൽ നമുക്കൊരു മാനേജ് ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ അല്ല മാർക്കറ്റിന്റെ ഒരു സിറ്റുവേഷൻ വരുന്നത്. അപ്പോൾ ഫിൻ നിഫ്റ്റിയിലും ഹയർ ലെവലിലേക്ക് വേറെ പ്രത്യേകിച്ച് റെസിസ്റ്റൻസ് ഇല്ല. പക്ഷെ വരും ദിവസങ്ങളായാലും ഇൻട്രാഡേയിലും മൊമെന്റം ഇതിന്റെ സ്പീഡ് ഫിൻ നിഫ്റ്റിയിൽ കിട്ടണമെങ്കിൽ ഒരു സപ്പോർട്ട് 21,520 സപ്പോർട്ട് നിലനിർത്താനായിട്ട് സാധിക്കണം. ഈ ഒരു സപ്പോർട്ട് നിലനിർത്തുകയാണെങ്കിൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഹയർ ലെവലിൽ വേറെ പ്രത്യേകിച്ച് റെസിസ്റ്റൻസ് നൽകാനില്ല. ക്വിക്കായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്നതാണ് സേഫ്. കാരണം വോളറ്റൈൽ മാർക്കറ്റിനാണ് സാധ്യത വരുന്നത്. അപ്പൊ അതുകൊണ്ട് റിവേഴ്സ് ആകുമ്പോൾ ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. 21,520 താഴെ ഒരു ഓപ്പണിംഗ് ചെറിയ ടൈം ഫ്ലാഷ് ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാം. ലോവർ ലെവൽ സപ്പോർട്ട് കാണുന്നത് 21,300 350 സ്ട്രോങ് സപ്പോർട്ടാണ്.
അതുകൊണ്ട് തന്നെ 300 ഹോൾഡ് ചെയ്തുകൊണ്ട് 350 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പോൾ ഫിനിഫ്റ്റിയുടെ കേസ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു സപ്പോർട്ടും കൂടി ഇവിടെ കാണുന്നുണ്ട്. 21,455, 21,455. ഞാൻ സപ്പോർട്ട് എടുത്തിരിക്കുന്നത് ഈ ഒരു ലെവലിലാണ്. മാർക്കറ്റിന്റെ ഈ ഒരു കൺസോൾട്ടേഷൻ ഏരിയയിലാണ് ഞാൻ ഈ ഒരു സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. ഒരു ഏരിയയിൽ സപ്പോർട്ട് നിലനിർത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും സപ്പോർട്ടിലാണെങ്കിൽ അഗ്രസീവ് ആയിട്ടുള്ള ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. 22,455 സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ബൈക്ക് തന്നെയാണ് സാധ്യത. 520 താഴെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി വന്നാൽ 455 അടുത്ത് നിന്ന് ക്വിക്ക് ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താനായിട്ട് ശ്രദ്ധിക്കുക. ബൈർ ഓപ്പർച്യൂണിറ്റി വന്നാൽ യൂട്ടിലൈസ് ചെയ്യുക. 455 താഴെ വീക്ക്നെസ് ആണ്. 350, 300 ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവലാണ്. ഈ ഒരു സപ്പോർട്ട് എത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇൻ കേസ് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും ഫിനിഫ്റ്റിയിൽ എക്സാക്ട് ആയിട്ടുള്ള റൈറ്റ് ട്രെൻഡ് സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്നാണ് ഫിനിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, നിഫ്റ്റിയിലായി ലഭിക്കുന്നത്. അപ്പോൾ ഇത്ര ലെവൽ ഫോളോ ചെയ്തുകൊണ്ട് എക്സാക്ട് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാൻ ശ്രദ്ധിക്കാം. മാർക്കറ്റിൽ വലിയ ദിവസമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരെയും വലിയ ഷെയറുകളും കമ്പനികളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.